ഹലോ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് കുക്കിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഇത് വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ്, എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ഇത് ഞാനും മമ്മിയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ക്യാമറ പിടിക്കുന്നു, മമ്മി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിന് ആദ്യമേ തന്നെ ചിക്കൻ വേണം. ചിക്കൻ എല്ലോട് കൂടിയതോ അല്ലാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിനുശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, നാരങ്ങ നീര് ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതൊരു 30 മിനിറ്റത്തേക്ക് നമ്മളതൊന്ന് മാറ്റി വയ്ക്കുക. അതൊന്ന് മാഗ്നേറ്റ് ആവാൻ വേണ്ടി നമ്മൾ 30 മിനിറ്റ് അടച്ച് മാറ്റി വെച്ചേക്കണം. അതിനുശേഷം ഒരു പാൻ എടുക്കുക, അതിൽ ബട്ടർ ഇടുക. നമ്മൾ എപ്പോഴും ഓർക്കണം മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ ബട്ടർ ഒന്ന് ചിലപ്പം കരിഞ്ഞു പോയാൽ അറിയാൻ പറ്റത്തില്ല. അപ്പം എല്ലാം നമ്മൾ ഇതെല്ലാം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് 30 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത ചിക്കൻ ഇതിലേക്ക് ഇടാം. അപ്പോൾ ഇതിലേക്ക് എല്ലാ ചിക്കനും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓർക്കണം മീഡിയം ഫ്ലെയിമാണ്. 5 മിനിറ്റ് ഒരു സൈഡ്, 5 മിനിറ്റ് രണ്ടാമത്തെ സൈഡ്, അത് നോക്കുക. ചിലപ്പം എനിക്ക് പക്ഷെ കുറച്ചുകൂടെ കൂടുതൽ വന്നു, കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാ, ചിക്കന് കുറച്ച് വേവ് കൂടുതലായിരുന്നു തോന്നുന്നു. അപ്പം ഞാൻ 5 മിനിറ്റ് കൂടുതൽ വെച്ചാന്ന് തോന്നുന്നത്. അതിന് ശേഷം ഇതെല്ലാം കോരി മാറ്റിയതിന് ശേഷം ബട്ടർ എടുക്കും. അതേ പാനിൽ തന്നെ ബട്ടർ ഇട്ടതിന് ശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കുക. ഇനി നമുക്കതിലേക്ക് മുളകിടണം. ഒരു 3-4 മുളകിടുക. അതിനുശേഷം കാഷ്യൂ നട്ട്സ് ഞാനിപ്പോൾ അളവ് പറയുന്നില്ല, ഒന്നിൻ്റെ അളവ് പറയുന്നില്ല, കാരണം എല്ലാവരും പല ക്വാണ്ടിറ്റിയിലായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്, അപ്പം അതാ ഞാൻ അളവ് പറയാത്തത്. ഇത് നമ്മൾ ഓർക്കണം മീഡിയം ഫ്ലെയിം വേണം എല്ലാം നമ്മൾ ചെയ്യാൻ. എന്നിട്ട് ഇതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് അതെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതെല്ലായിടത്തും ഒന്ന് ആവട്ടെ ടൊമാറ്റോ. അതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി, ഇപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കണം. ഇപ്പം ഇത് ഒഴിച്ചതിന് ശേഷം 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വിനാഗിരി കുറച്ച് ഇടണം. അതിനുശേഷം ഈ സമയത്ത് വേണം നമ്മൾ ഉപ്പിടാൻ, കാരണം വിനാഗിരിയും പിന്നെ ടൊമാറ്റോ ഒക്കെ തക്കാളിയൊക്കെ ചേർത്തുകൊണ്ട് നമുക്കിപ്പം എത്ര ഉപ്പ് ഇടണം അതിപ്പം മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പം വേണം നമ്മൾ ഉപ്പിടാൻ. അതിനുശേഷം ഇതൊരു 15 മിനിറ്റത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ അടച്ചു വെക്കുക. അത് കൊടുന്ന തക്കാളിയൊക്കെ ഒന്ന് വേവട്ടെ, അതിന് വേണ്ടി 15 മിനിറ്റ് വെച്ചേക്കുക. എന്നിട്ട് ഇതൊന്ന് ആറിയതിന് ശേഷം നമ്മളൊരു മിക്സിക്കകത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതേ പാനിൽ തന്നെ വേണം നമ്മൾ ഈ അരച്ചെടുത്ത്, ഞാനിപ്പോൾ അതേ പാനിൽ തന്നെ വേണം ഈ അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് അതിലിടാൻ. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസുകളെല്ലാം ഇതിലിടുക. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതെല്ലാം അതിലൊന്ന് മിക്സ് ആയതിന് ശേഷം അതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കാം. എന്നിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, അതൊരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഒഴിക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഒരു വട്ടമെങ്കിലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഫസ്റ്റ് വ്ലോഗാണ്, തെറ്റ് വരാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.